ശുശ്രൂഷയ്ക്കായി കടന്നു വരുവാൻ ദൈവമായ കർത്താവ് സാവകാശം ഒരുക്കിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. IPC ഹെബ്രോൺ ഗാന്ധിധാം ചർച്ചിന്റെ മീറ്റിംഗിൽ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവമക്കളോടുകൂടി ആയിരിക്കാൻ പ്രത്യേകാൽ കർത്താവിന്റെ ദാസൻ സുരേഷിനോടും കുടുംബത്തോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവമായ കർത്താവ് സാവകാശമൊരുക്കിയ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ മാസത്തിലും നിങ്ങളോട് ദൈവവചനം ശുശ്രൂഷിപ്പാൻ എനിക്ക് സാവകാശം ലഭിച്ചിരുന്നു. വീണ്ടും ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളോട് ആയിരിക്കാനായിട്ട് ദൈവമായ കർത്താവ് സാവകാശം ഒരുക്കിയതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും നാളെയുള്ള ദൈവവചന ശുശ്രൂഷ നിങ്ങൾക്കും കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. എന്നോട് ആവശ്യപ്പെട്ടത് ഉപവാസ പ്രാർത്ഥനയാണ്. ദൈവവചന പഠനത്തിന് വേണ്ടിയുള്ളതായ കാര്യങ്ങൾ ക്രമീകരിക്കുവാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരുന്നത്. അതനുസരിച്ച് ചില വിഷയങ്ങൾ ഓർപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇന്ന് പ്രത്യേകാൽ ഉപവാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ നാം എന്തിനാണ് ഉപവസിക്കുന്നത് എന്ന് പ്രാരംഭമായി ചില കാര്യങ്ങൾ ഓർപ്പിച്ച ശേഷം ഒരു വചനധ്യാനത്തിലേക്ക് പോകുവാൻ തക്കവണ്ണമാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. परमेश्वर के नाम की स्तुति हो जाए। इस शाम के समय फिर एक बार आपके साथ और कलीसिया के साथ जुड़ने के लिए परमेश्वर ने हमें सहायता किया है और इस प्रकार इस मौका मुझे दिया हुआ परमेश्वर को मैं धन्यवाद करता हूं। खास करके पासवान और कलीसिया को, हर एक भाई बहनों को भी मैं धन्यवाद करता हूं और ये मेरी जिंदगी में बहुमूल्य समझता हूं। और पिछले महीने में भी इस बार आपके साथ जुड़ने के लिए परमेश्वर ने मुझे मौका दिया था और इस रात के समय हम क्यों उपवास करना है करके उस विषय के बारे में कुछ बातों को हम मनन करेंगे। നാം വിവിധ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. हम अलग अलग विभिन्न विषयों के बारे में परमेश्वर से प्रार्थना करते हैं और उसके सन्मुख उपवास लेते हैं. എന്നാൽ നമ്മുടെ ഉപവാസം മുഖാന്തരം അത് ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമായ വിശുദ്ധി അത് വെളിപ്പെട്ടു വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. हमारे उपवास के द्वारा हमारे दैनिक जिंदगी में पवित्रताई प्रकट होना जरूरी है. അതിന് ആധാരമായി യെശയ്യാ പ്രവചനം 58 അധ്യായം 6 മുതൽ 11 വാക്യങ്ങളാണ് പ്രാരംഭത്തിൽ ഞാൻ വായിക്കുവാൻ തക്കവണ്ണം കർത്താവിൽ ആഗ്രഹിക്കുന്നത്. और उसके आधार में यशायाह नबी का पुस्तक 58 अध्याय उसका 6 से लेके 11 वचन तक शुरुआत में मैं पढ़ना चाहूंगा. നമ്മുടെ ഉപവാസം ദൈവത്തിന് പ്രസാദകരമായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. जिस उपवास हम रखते हैं उसके द्वारा परमेश्वर प्रसन्न होना जरूरी है. അതെ, 58 അധ്യായ യെശയ്യാ പ്രവചനം 6 മുതൽ 11 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസ രക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറക്കാതിരിക്കുന്നതും അല്ലയോ. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളിച്ചെയ്യും. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. വിശപ്പുള്ളവരോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിൽ ഇരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും. ദൈവത്തിന് മഹത്വം. जिस उपवास में से मैं प्रसन्न होता हूँ वह क्या यह नहीं कि अन्याय से बनाए हुए दासों और अंधेर सहने वाले का जुआ तोड़कर उनको छुड़ा लेना और सब जुओं को टुकड़े टुकड़े कर देना. क्या वह यह नहीं है कि अपनी रोटी भूखों को बांट देना, अनाथ और मारे मारे फिरते हुए
कि अपना घर ले आना और किसी को नंगा देखकर वस्त्र पहनाना और अपने जाति भाइयों से अपने को ना छिपाना, तब तेरा प्रकाश पाँव फटने की नाई चमकेगा और तू शीघ्र चंगा हो जाएगा। तेरा धर्म तेरे आगे आगे चलेगा, यहोवा का तेज तेरे पीछे रक्षा करते चलेगा। तब तू पुकारेगा और यहोवा उत्तर देगा, तू दुहाई देगा और वह कहेगा मैं यहाँ हूँ। यदि तू अंधेर करना और उंगली मटकाना और दुष्ट बातें बोलना छोड़ दे, उदारता से भूखे की सहायता करे और दीन दुखियों को संतुष्ट करे, तब अंधियारे में तेरा प्रकाश चमकेगा और तेरा घोर अंधकार दोपहर का सा उजाली हो जाएगा। और यहोवा तुझे लगातार लिए चलेगा और काल के समय तुझे तृप्त और तेरी हड्डियों को हरी भरी करेगा और तू सींची हुई बारी और ऐसे सोते के समान होगा जिसका जल कभी नहीं सूखता। കർത്താവിന്റെ മഹത്വം അവിടെ വായിക്കുമ്പോൾ ആ 6-7 വാക്യങ്ങളിൽ 8 പ്രധാനമായ വിഷയങ്ങളാണ് ഓർപ്പിക്കുന്നത്. इस 6 और 7 वचन में 8 प्रकार की मुख्य बातों के बारे में हमें याद दिलाता है. നമ്മുടെ ഉപവാസം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് നാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. और उपवास के द्वारा हम क्या क्या करना है या परमेश्वर क्या चाहता है करके हम देखेंगे. അത് 6-ാം വാക്യത്തിൽ ഒന്നാമതായിട്ട് അന്യായ ബന്ധനങ്ങളെ അഴിക്കണം. सबसे पहली बात 6वें वचन में अन्याय से बने हुए बातों को निकालना है. രണ്ടാമതാ വാക്യത്തിൽ തന്നെ പറയുന്നു നുകത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക, ടു അൺഡു ദ ഹെവി ബർഡൻസ്. और अंधेर सहने वालों का जुआ तोड़कर या इस प्रकार बोझ वाली जुओं को तोड़ना. മൂന്നാമതായിട്ട് അവിടെ കാണുന്നത് 6-ാം വാക്യത്തിൽ തന്നെയാണ്, ടു ലെറ്റ് ദി ഒപ്രസ്ഡ് ഗോ ഫ്രീ, അല്ലെങ്കിൽ പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. और इस प्रकार पीड़ित लोगों को स्वतंत्रता देते हुए उन्हें छोड़ना या अंधेर सहने वालों को का जुआ को तोड़ना. നാലാമതാ ആ വാക്യത്തിൽ തന്നെ 6-ാം വാക്യത്തിൽ ടു ബ്രേക്ക് എവരി യോക്ക്, എല്ലാ നുകത്തെയും തകർക്കുക. और सब चौथी बात उसी वचन में हम देखते हैं, सब जुओं को टुकड़े टुकड़े कर देना. അഞ്ചാമതായിട്ട് നാം കാണുന്നത് 7-ാം വാക്യത്തിലാണ്, അത് ടു ഗീവ് ബ്രെഡ് ടു ദി ഹംഗ്രി, അഥവാ വിശപ്പുള്ളവന് അപ്പം നുറുക്കി കൊടുക്കുക. पांचवी विषय हम 7वें वचन में देखते हैं, भूखे हुओं को रोटी बांटना. ആറാമതായിട്ട് 7-ാം വാക്യത്തിൽ തന്നെ അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും ദൈവത്തിന് പ്രസാദമാണ്. റെസ്റ്റോർ ദ പുവർ ഫ്രം ദൈ ഹൗസ്. और 6वीं विषय भी उसी 7वें वचन में हम देखते हैं, और इस प्रकार अनाथ और मारे मारे फिरते हुओं को अपने घर ले आना या उन्हें संभालना. 7-ാം വാക്യത്തിൽ തന്നെ നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുക, ടു ക്ലോത്ത് ദ നേക്കഡ്. और 7वीं विषय जो है 6वें वचन में हम देखते हैं कि नंगा व्यक्ति को देखते हैं तो उसे वस्त्र पहनाना. 8-ാമതായിട്ട് നാം കാണുന്നത് 7-ാം വാക്യത്തിൽ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുക, റിവീൽ യുവർസെൽഫ് ടു യുവർ റിലേറ്റീവ്സ്. और 8वीं विषय 7वें वचन में हम देखते हैं, अपने जाति भाइयों से अपने को ना छिपाना. അപ്പോൾ ഈ 2 വാക്യങ്ങളിൽ 8 പ്രധാനമായ വിഷയങ്ങളാണ് ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ഉപവാസം എന്ന് അവിടെ കാണുവാൻ കഴിയും. इस दोनों वचन में 8 प्रकार के विषय हम देखते हैं जो परमेश्वर को प्रसन्न रीति से उपवास. ഞാൻ 11 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് പകൽക്കാലം അഥവാ ഇന്ന് രാത്രി വായിച്ചത്. പക്ഷെ ഈ 2 വാക്യങ്ങളിൽ ആസ്പദമായിരിക്കുന്ന 8 കാര്യങ്ങൾ നാം ചെയ്യുമ്പോഴാണ് തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമായിത്തീരുന്നത്. 11 वचन तक, 6 से लेके 11 वचन तक आज रात की उपवास की प्रार्थना के संबंध में मैंने पढ़ा, मगर इन पहले 2 वचन 6 और 7 वचन में जो बातें लिखे हैं, जब वो बातें हम हमारे जिंदगी में प्रायोगिक रूप से करते हैं, अमल में लाते हैं, तब नीचे की बातें हमारे लिए फायदेमंद ठहरता है. ഈ 8 കാര്യങ്ങൾ കൂടെ പുതിയ നിയമത്തിൽ ഒരൊറ്റ വാക്യത്തിൽ ഉൾക്കൊള്ളിച്ച് പ്രതിപാദിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. इस 8 विषय भी नए नियम में एक ही वचन में रखते हुए बात करते हुए हम देखते हैं. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം
27-ാം വാക്യത്തിലാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. याकूब की पत्री पहला अध्याय उसके 27वें वचन में हम उस बात को देखते हैं. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പിതാവായ ദൈവത്തിന് മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സംഗമത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. हमारे परमेश्वर और पिता के निकट शुद्ध और निर्मल भक्ति यह है कि अनाथों और विधवाओं के क्लेश में उनकी सुधि ले और अपने आप को संसार से निष्कलंक रखे. അപ്പോൾ ആ വാക്യത്തിൽ അത് ഏറ്റവും പ്രധാനമായി വായിക്കുന്നത് നാം നമ്മെ തന്നെ കാത്തുകൊള്ളണം. उस वचन में बड़ा महत्व वाली बात यह है कि हम अपने आप को निष्कलंक रखें. അപ്പോൾ നമ്മുടെ ഉപവാസത്തിൽ പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമായ വിശുദ്ധി വെളിപ്പെട്ടു വരണം ഈ ഉപവാസം കൊണ്ട്. और हमारे जिंदगी में इस उपवास के द्वारा दैनिक जिंदगी में पवित्रताई हमारे प्रायोगिक जिंदगी में प्रकट होना जरूरी है. നാം പലപ്പോഴും ഉപവസിക്കുന്ന ആത്മീക അഭിവൃദ്ധി, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ നന്മകൾ, സഭയുടെ ഉന്നമനം, അത് ഇങ്ങനെ വിവിധ വിഷയങ്ങളെ ഓർത്താണ്. हम अक्सर उपवास रखते हैं हमारे व्यक्तित्व जरूरतों के लिए, हमारे आत्मिक बढ़ोतरी के लिए, कलीसिया की बढ़ोतरी के लिए, इस प्रकार की बातों के लिए हम उपवास करते हैं. എന്നാൽ എല്ലാത്തിലും ഉപരിയായി നാം വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമായ വിഷയമാണ്. मगर सबसे बढ़कर हम निष्कलंक रहना बहुत जरूरी है. ഇതൊരു ഉപവാസ പ്രാർത്ഥനയിൽ വേദപഠനമായതുകൊണ്ട് ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് തിരിയുവാൻ തക്കോണം ആഗ്രഹിക്കുന്നു. ये उपवास के सभा में वचन की सिखावट होने के कारण मैं एक दूसरे भाग की ओर भी चलना चाहता हूं. തീമോഥെയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്നും നാളെയുമായിട്ട് അതേ വചനം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. पहला तीमुथियुस की पत्री 2 अध्याय उसका 1 से लेकर 4 वचन तक आज और कल मैं उस वचनों से बात करना चाहूंगा. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. अब मैं सबसे पहले यह उपदेश देता हूं कि विनती और प्रार्थना और निवेदन और धन्यवाद सब मनुष्य के लिए किया जाए, राजाओं और सब ऊंचे पद वालों के निमित्त, इसलिए कि हम विश्राम और चैन के साथ सारे भक्ति और गंभीरता से जीवन बिताए. यह हमारे उद्धारकर्ता परमेश्वर को अच्छा लगता है और पाता भी है, और यह चाहता है कि सब मनुष्य को उद्धार हो और वे सत्य को भली भांति पहचान ले. അപ്പോസ്തലനായ പൗലോസ് നിജപുത്രനായ തീമോഥെയോസിന് എഴുതുന്ന ലേഖനമാണല്ലോ തീമോഥെയോസിന്റെ ലേഖനം. प्रेरित पौलुस अपने इस प्रकार पुत्र जो तीमुथियुस को लिखने वाला एक पत्री है ये. ആ പൗലോസിന്റെ ലേഖനങ്ങൾ മുഴുവൻ നാം പഠിച്ചാൽ അത് എബ്രായ ലേഖനം ഒഴികെയുള്ള 13 ലേഖനങ്ങൾ 4 ഗ്രൂപ്പുകളായി നമുക്ക് തിരിച്ചു പഠിക്കുവാൻ കഴിയും. प्रेरित पौलुस के 13 जो पत्री है, इब्रानी की पत्री को छोड़कर बाकी जो पत्री है उसको 4 भाग में हम विभाजित करके सीख सकते हैं. ആ പൗലോസ് ആദ്യം എഴുതിയ ലേഖനം AD 52-53 വർഷങ്ങളിൽ അത് തെസ്സലോനിക്ക എഴുതിയ 1-2 ലേഖനങ്ങളാണ്. और सबसे पहले प्रेरित पौलुस ने AD 52 और 53 में पहला और दूसरा തെസ്സലോനിയോं की पत्री को लिखा था. അതെ, അന്ന് പീഡനം ധാരാളം ഉണ്ടായിരുന്നു. കഷ്ടതയിൽ കൂടെ ദൈവമക്കൾ കടന്നു പോകുമ്പോൾ അവരെ ആ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കുവാൻ കർത്താവ് മടങ്ങി വരുന്നു എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി പ്രാരംഭത്തിൽ പൗലോസ് ഭാവിപരമായിരിക്കുന്ന കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് ലേഖനം എഴുതി. उन दिनों में जब कलीसिया और परमेश्वर के जन इस प्रकार बहुत सताने की अवस्था में से और पीड़ना और दर्द के बीच में से जब गुजर रहा था, तब उनको हियाव देने के लिए परमेश्वर की आत्मा के द्वारा भरपूर उन्होंने मसीह के उस आगमन के बारे में उनको याद दिलाते हुए इन दोनों पत्रियों को लिखा. അതിനകത്ത് ക്രിസ്തീയ പ്രത്യാശയാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം.
और उसमें मसीही आशा के बारे में लिखा है। അത് രക്ഷയുടെ പൂർത്തീകരണം അവിടെ നമുക്ക് കാണുവാൻ തക്കണം കഴിയും. वहाँ उद्धार का पूर्तिकरण भी हम देखते हैं। രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് AD 57-58 വർഷങ്ങളിൽ അതേ പൗലോസ് എഴുതിയായ ലേഖനമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനങ്ങൾ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം, റോമാർക്ക് എഴുതിയ ലേഖനം. और दूसरा हम बाद में हम देखते हैं AD 57 और 58 में प्रेरित पौलुस ने पहली कोरिन्थियों और दूसरी कोरिन्थियों की पत्री लिखा, गलातियों की पत्री और रोमियों की पत्री लिखा है। അതിനകത്തെ പ്രധാനമായിരിക്കുന്ന വിഷയം രക്ഷാ തത്വശാസ്ത്രം അഥവാ ക്രൂസ് എന്നുള്ള വിഷയമാണ്. और उसमें जो मुख्य विषय ये है कि उद्धार और सलीब, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് ആ ലേഖനങ്ങളിലെ പ്രധാനമായ വിഷയം. और उन पत्रियों में मुख्य विषय ये है कि मसीह हमारे लिए मरा। അതെ, തർക്കശാസ്ത്രപരമായ വിഷയങ്ങളും ആ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ തക്കണം കഴിയും. और इस प्रकार उसमें तर्क शास्त्र के बातों को भी उस पत्रियों में हम देख सकते हैं। മനം തിരിഞ്ഞു വരുന്നവരെ അതേ പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത അവിടെ പറയുന്നുണ്ട്. मन फिरा कर आने वालों को सिखाने की जरूरत के बारे में वहां लिखा है। അതെ അതെ ക്രിസ്തീയ ശത്രുക്കളെ അതേ ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. मसीही दुश्मनों के बारे में और मसीही विश्वास के बारे में वहां कहते हैं। അതെ, ശത്രുക്കളെ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ അവിടെ ഉണ്ട്. और शत्रुओं को सामना करने वाले जो विषय है वो भी उसके बाद उधर लिखा है। ആ കാലഘട്ടത്തിൽ പൗലോസ് ഒരു മിഷണറിയായി പ്രവർത്തിച്ച രക്ഷയുടെ പദ്ധതിയെ കുറിച്ച് പ്രസ്താവിച്ച സഭകൾ അതേ അതേ ആരംഭിക്കുന്നത് കാണുവാൻ കഴിയും. और उन दिनों में प्रेरित पौलुस उद्धार की उस बात के बारे में और विषय के बारे में प्रचार करते हुए और अनेक कलीसियाएं वहां स्थापना करते हुए भी हम देखते हैं। മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് AD 62-63 വർഷങ്ങളിൽ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എഴുതിയ കാരാഗ്രഹ ലേഖനങ്ങൾ അറിയപ്പെടുന്നവയാണ്. और तीसरा जो भाग है वो AD 62 और 63 में जब वो प्रेरित पौलुस इस प्रकार बंदी गृह में रहकर बंदी गृह के उस पत्रियों के नाम से जाना जाता है। എഫേസ്യർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, കൊലോസ്യർക്ക് എഴുതിയത്, ഫിലോമോൻ എഴുതിയ ലേഖനം, ഈ 4 ലേഖനങ്ങളാണ് അത് കാണുവാൻ കഴിയുന്നത്. और उन समयों में एफेसियों की पत्री, फिलिपियों की पत्री, कोलोसियों की पत्री और फिलेमोन की पत्री उन्होंने बंदी गृह में लिखा। അതിനകത്തെ പ്രധാന വിഷയം ക്രിസ്റ്റോളജി അഥവാ ക്രിസ്തുശാസ്ത്രം എന്ന വിഷയമാണ്. और उस पुस्तकों पत्रियों में जो मुख्य विषय ये है कि मसीह के तत्व, അത് ഒരു ധ്യാനപരമായ ആ ലേഖനമാണ്. ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്നുള്ള വിഷയമാണ്. और बड़ी ध्यान पूर्वक सीखने वाला विषय ये है कि मसीह हमारे अंदर निवास करता है। അത് നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്നുള്ള വിഷയമാണ്. और हम मसीह के साथ मरे उस विषय के बारे में कहता है। ആ ലേഖനങ്ങളിൽ ക്രിസ്തീയ സ്നേഹത്തെ കുറിച്ച്, അതേ ക്രിസ്തീയമായ വിജയം പ്രാപിക്കുന്നതിനെ കുറിച്ച്, രക്ഷയുടെ പദവികളെ കുറിച്ച് ഒക്കെ ആ ക്രിസ്തുശാസ്ത്രപരമായി വെളിപ്പെടുത്തി എഴുതുകയാണ്. और उन पत्रियों में इस प्रकार मसीही प्रेम के बारे में, मसीही विजेता के बारे में और उस उद्धार की विजेता के बारे में वह लिखा है। അവസാനത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് തീമത്യോസിന് എഴുതിയ 1-2 ലേഖനങ്ങളും തീത്തോസിന്റെ ലേഖനവും, അത് AD 65-68 അതേ പൗലോസിന്റെ അവസാന നിമിഷങ്ങളിൽ എഴുതിയ ലേഖനങ്ങളാണ്. और आखिरी जो भाग है वो इस प्रकार प्रेरित पौलुस ने अपने जिंदगी के आखिरी समयों में लिखा हुआ पत्रियां हैं। पहला तीमोथी और दूसरा तीमोथी और तीतोस की पत्री AD 65 में लिखा था। അതേ സഭാ തത്വശാസ്ത്രത്തെ പറ്റിയും, അതേ വിശ്വാസിയുടെ പ്രത്യാശയെ പറ്റിയും, സ്നേഹത്തെ പറ്റിയും, സഭയെ കുറിച്ചും രക്ഷയുടെ ഉദ്ദേശത്തെ കുറിച്ചും ഒക്കെ ഈ ലേഖനങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കണം കഴിയും. इस पत्रियों में मसीह का प्रेम और इस प्रकार मसीह के तत्वों के, मसीही तत्वों के बारे में और आशा के बारे में और इस प्रकार प्रेम के बारे में अन्य विषयों के बारे में बताते हुए हम देख सकते हैं। അപ്പോൾ തീമത്യോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 ഉള്ള ഭാഗങ്ങളാണ് നാം ഇന്ന് തുടർന്ന് ചിന്തിപ്പാൻ പോകുന്നത്. और पहला तीमुथियुस की पत्री 2री अध्याय 1 वचन से लेकर 4 वचन अभी हम आगे मनन करने जा रहे हैं।
പൗലോസ് തീമോഥെയോസിന് എഴുതുമ്പോൾ 2 ലേഖനങ്ങൾ കൂടെ 10 അധ്യായങ്ങളാണ് നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. और प्रेरित पौलुस तीमुथियुस को लिखने वाली इन दोनों पत्रियों में 10 अध्याय पाया जाता है. അതിനകത്ത് അനേക പ്രബോധനങ്ങൾ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. ആ പ്രബോധനങ്ങളിൽ ഒന്നാണ് ഇന്ന് പകൽക്കാലം അഥവാ ഇന്ന് രാത്രി നാം വായിച്ചത്. और उस अध्यायों में अनेक प्रबोधन की बातों को हम देखते हैं. उनमें से एक प्रबोधन आज रात के समय हमने पढ़ा है. അതിൽ പ്രധാനമായിരിക്കുന്ന ഒന്ന് പ്രാർത്ഥനയുള്ള ബന്ധത്തിലാണ്. और उसमें मुख्य विषय ये है, प्रार्थना के संबंध में प्रबोधन है. അപ്പോൾ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ എന്റെ അറിവ് ശരിയെങ്കിൽ 16-ാം ദിവസമാണെന്ന് തോന്നുന്നു നിങ്ങളുടെ പ്രാർത്ഥന. और मेरा अगर बात सही है तो मैं समझता हूं कि आपके उपवास की 16वीं दिन है आज. അപ്പോൾ ഇന്ന് പകൽക്കാലം അഥവാ ഇന്ന് രാത്രി നാം ചിന്തിക്കുമ്പോൾ അത് സകല മനുഷ്യർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്നതാണ് ഏറ്റവും പ്രധാനം. और सबसे मुख्य बात यह है कि पहले वचन में हम पढ़ते हैं कि सारे लोगों के लिए विनती और प्रार्थना और निवेदन और सारे मनुष्य के लिए हमें इस प्रकार प्रार्थना करना चाहिए. അപ്പോൾ അത് എന്തുകൊണ്ടെന്നാൽ പ്രാർത്ഥനയാണ് നമുക്ക് ജയം നൽകുന്നത്. क्योंकि प्रार्थना हमें विजय देता है. ആ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്. और हमारा जीवन जो है वो प्रार्थना में निर्भर है. പ്രാർത്ഥന സകല ചരാചരങ്ങളെയും ഭരിക്കുന്ന ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കുന്നതാണ് പ്രാർത്ഥന. और प्रार्थना जो है सारे बातों को नियंत्रण करता है और परमेश्वर के हाथों को भी वो हिला सकता है, चला सकता है. അപ്പോൾ കർത്താവിന്റെ വചനത്തിൽ ദൈവവചനത്തിൽ നാം വായിക്കുന്നു, തെസ്സലോനിക്ക ലേഖനത്തിൽ 1:5-17 ഇടവിടാതെ നാം പ്രാർത്ഥിക്കണം. और इस प्रकार परमेश्वर के वचन में हम पढ़ते हैं, 1 थिस्सलुनी 5:11 में लगातार हमें प्रार्थना करना है. ആ റോമാലേഖനം 12-13 വാക്യത്തിൽ വായിക്കുമ്പോൾ പ്രാർത്ഥനയിൽ നാം ഉറ്റിരിക്കണം. और रोमियो के पत्री 12वीं अध्याय उसकी 13वीं वचन में हम देखते हैं कि प्रार्थना में इस प्रकार हमें लगातार रहना है और नित्य लगे रहना है. ആ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 36-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. लूका रचित सुसमाचार उसकी 21वीं अध्याय उसकी 36वीं वचन में इस प्रकार हम पढ़ते हैं कि सदैव जागते रहो और हर समय प्रार्थना करते रहो. അപ്പോൾ പ്രാർത്ഥനയുടെ മഹത്വത്തെയും ആവശ്യതയെയും കുറിച്ച് പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്. और इस कारण हम देखते हैं कि प्रेरित पौलुस प्रार्थना की जरूरत के बारे में इस प्रकार हमें अनुरोध कर रहा है. അപ്പോൾ പൗലോസ് നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കേണ്ട 4 പ്രത്യേകമായ വിഷയങ്ങളെ കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. और प्रेरित पौलुस हमारे दैनिक जिंदगी के प्रार्थनाओं में पाए जाने वाले 4 विषयों के बारे में वहां लिखा है. അത് 1 യാചന, 2 പ്രാർത്ഥന, 3 പക്ഷപാതം, 4 സ്തോത്രം. 4 प्रकार की बातें उन्होंने कहा है. पहला विनती, दूसरा प्रार्थना, तीसरा निवेदन और चौथा धन्यवाद. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ 4 കാര്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. और हम इस बात को समझना चाहिए कि हमारे प्रार्थना में इन 4 बातें होना जरूरी है. സാത്താൻ എപ്പോഴും ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനാ ജീവിതത്തിലാണ് കണ്ണുവയ്ക്കുന്നത്. शैतान हमेशा एक विश्वासी के प्रार्थना की जिंदगी में नजर रखता है. ആ ഉദാഹരണത്തിന് കാട്ടിൽ വേട്ടയാടുന്ന സിംഹം ഒരു മൃഗത്തിന്റെ വാലിനെയോ കാലിനെയോ പിടിക്കുകയില്ല. ആ മൃഗത്തിന്റെ തൊണ്ടയിൽ പ്രത്യേകിച്ച് ശ്വാസനാളത്തിൽ പിടിക്കുവാൻ വളരെ കരുതലും ശ്രദ്ധയും വയ്ക്കും. उदाहरण रूप से मैं कहता हूं, जंगल में शिकार करने वाला एक शेर कभी भी अपने उस शिकारी के उस छोटा जानवर के पूंछ में या दूसरा कहीं भाग में नहीं पकड़ता है, वो उसके गर्दन को दबाता है. ശ്വാസനാളത്തിൽ പിടിച്ചാൽ പെട്ടെന്ന് മരിക്കും, അതിനെ പിന്നെ അതിന് ആഹാരമാക്കാം. और जब उसके गर्दन को वो दबा देता है, तब उस जो जानवर है वो सांस नहीं ले सकता है और तुरंत वो शिकार बन जाता है. അപ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ശ്വാസനാളത്തെ പോലെ ആയിരിക്കുന്നത് അവന്റെ പ്രാർത്ഥനാ ജീവിതമാണ്.
और एक परमेश्वर के संतान के लिए उसके श्वास के रूप में प्रार्थना का जिंदगी रहता है। അപ്പോൾ അത് ദൈവമക്കളുടെ ജീവിതത്തിൽ അത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥിപ്പാൻ കഴിയാതെ വന്നാൽ അവൻ പാപത്തിലേക്ക് വീണ് അവന്റെ ആത്മാവ് വേഗത്തിൽ മരണമടയും. और एक परमेश्वर के संतान की जिंदगी में इस बात को हमें समझना है कि अगर वो प्रार्थना में से निकल जाता है, चूक जाता है, तो वो आत्मिक मृत्यु की ओर जल्दी चले जाएगा और पाप में फंसता रहेगा। അപ്പോൾ പ്രാർത്ഥിക്കുന്നതിനെ വീഴ്ത്താൻ വളരെ പ്രയാസമാണ്. और मगर प्रार्थना करने वाले व्यक्ति को गिराना बहुत कठिन है, കാരണം അവൻ സ്വർഗത്തോട് അതേ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ ശക്തിയും സകല അതേ ബലവും അവൻ പ്രാപിച്ചുകൊണ്ട് അതേ ഇരിക്കുകയാണ്. क्योंकि उसका संबंध स्वर्ग से होने के नाते वो सामर्थ्य और शक्ति प्राप्त करते जाता है। അപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ നാം ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല. और इस कारण प्रार्थना के जिंदगी में हमें कभी भी इस प्रकार कमजोर नहीं होना है। നമ്മുടെ ആത്മപ്രിയനോട് ആഴമായ ബന്ധം പുലർത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ്. हमारे आत्मिक प्रिय के साथ एकदम गहरा संबंध बनाना और बनाए रखना बहुत जरूरी है। അപ്പോൾ പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചു, ഉപവാസത്തിലും പ്രാർത്ഥനയിലും നമുക്ക് ശുദ്ധീകരണം ഉണ്ടാകണം. और शुरुआत में मैंने आपको याद दिलाया कि उपवास और प्रार्थना में हम पवित्र रहना है, शुद्धिकरण और प्राप्त करना है। അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ സമയത്ത് നമുക്ക് ശുദ്ധീകരണം ഉണ്ടാകും. और हमारे प्रार्थना के समयों में हम इस प्रकार अपने आप को पवित्र कर सकते हैं। നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ശക്തി വർദ്ധിക്കുന്നു. और हमारे प्रार्थनाओं में हमारा सामर्थ्य बढ़ता है। ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ആളിക്കത്തുന്ന സമയമാണ് പ്രാർത്ഥനാ സമയം എന്ന് പറയുന്നത്. पवित्र आत्मा की सामर्थ्य एकदम इस प्रकार भड़कने वाली आग के समान भड़कने वाली और जलने वाली समय है हमारे उपवास की समय। നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ നാമും നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികളും വിശുദ്ധിയിലേക്ക് വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. और हमारे उपवास के समय में हम और हमारे परिवार के हर सदस्य इस प्रकार परमेश्वर के सम्मुख में इस प्रकार निष्कलंक रूप से आना जरूरी है। നാം മറ്റുള്ളവർക്ക് അത് നന്മ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. और हम औरों को इस प्रकार भलाई की बातें करना भी जरूरी है। അത് നമ്മുടെ പഴയ നിയമത്തിൽ നാം പഠിക്കുമ്പോൾ അത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപവർഗങ്ങൾക്ക് അടയാളമായിരുന്നു. और हम पुराने नियम में हम सीखते हैं कि पवित्र जनों के जो प्रार्थना है वो धूप वेदी के समान होता था। അത് 141 സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ എന്ന് കാണുവാൻ കഴിയും. और हम भजन संहिता 141 के दूसरे वचन में देखते हैं, मेरी प्रार्थना तेरे सामने सुगंध धूप और मेरा हाथ फैलाना संध्या काल का अन्न बलि ठहरे। അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഒരു ധൂപവർഗമായി ദൈവസന്നിധിയിലേക്ക് ഉയർന്നു ചെല്ലേണ്ടത് ഏറ്റവും ആവശ്യമാണ്. और उस प्रकार हमारा प्रार्थना परमेश्वर के सम्मुख में सुगंध धूप के समान ऊपर की ओर उठना जरूरी है। ആ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി എന്ന് കാണുവാൻ കഴിയുന്നു. प्रकाशित वाक्य 8वीं अध्याय उसकी 4th वचन में हम देखते हैं कि उस धूप का धुआं पवित्र लोगों की प्रार्थनाओं सहित स्वर्गदूत के हाथ से परमेश्वर के सामने पहुंच गया। അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ധൂപവർഗമായി സൗരഭ്യമായി ദൈവസന്നിധിയിലേക്ക് കയറി പോകുകയാണ്. और इस प्रकार हमारा प्रार्थना जो है वो धूप के समान और इस प्रकार सुगंध द्रव्य के समान परमेश्वर की ओर पहुंचता है। ആ ധൂപവർഗത്തിൽ 4 ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നതായിട്ട് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. पुराने नियम में इस प्रकार उस सुगंध धूप में 4 भाग है करके हम देख सकते हैं। അത് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 34-ാം വാക്യം. और निर्गमन का किताब 30वीं अध्याय उसकी 34वीं वचन। യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്നാൽ നീ നറുംപശ, ഗുൽഗുലു, ഹൽബാന പശ
എന്നീ സുഗന്ധവർഗം നിർമ്മല സാമ്പ്രാണിയും എടുക്കണം. എല്ലാം ഒരേപോലെ ഒരേ തൂക്കമായിരിക്കണം. फिर यहोवा ने मूसा से कहा, बोल, नखी और कुंदरू ये सुगंध द्रव्य निर्मल लोबान समेत ले लेना, ये सब एक तौल के हो. അപ്പോൾ ആ ധൂപവർഗത്തിൽ 4 പ്രധാനമായിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കാണുവാൻ തക്ക കഴിയുന്നത്. और उस धूप में 4 प्रकार की मुख्य बातों को हम देखते हैं. അത് ഞാൻ ഇന്ന് പകൽക്കാലം അഥവാ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കേണ്ട 4 പ്രധാന വിഷയങ്ങളാണ്. और आज रात को मैं आपसे उस विषय से बात कर रहा हूं जो हमारे प्रार्थना में होने वाले 4 मुख्य सामग्री के बातें हैं. അത് ഒന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ യാചന ആണ്. അത് നറുംപശയ്ക്ക് തുല്യമായിരിക്കുകയാണ്. और सबसे पहले हमारे जो प्रार्थना में इस प्रकार विनती होना चाहिए, तो इस बात को दिखाता है, उस लोबान को इस प्रकार उस बोल को दिखाता है. അത് ഈ നറുംപശ എന്ന് പറയുന്നത് ഒരു മരത്തെ കത്തികൊണ്ട് കീറുമ്പോ അതിൽ നിന്ന് മൃദുവായി കൈപ്പേറിയതായ വാസനയോടെ വരുന്നതായ ആ പശ വെളിയിൽ വരികയാണ്. और इस जो गूंद है, बोल अर्थात जो गूंद है, वो एक पेड़ के डाली में जब हम चाकू लगाते हैं तब उस डाली में से बहकर निकलने वाली एक गूंद के समान है, जिसमें से इस प्रकार अच्छे सुगंध निकलता है. അതുപോലെ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങളും ദുഷ്ടന്മാരുടെ ആ കുത്തേറ്റും അതേ കീറപ്പെട്ട് കർത്താവിന്റെ പാദത്തിൽ വീണ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് യാചന എന്ന് പറയുന്നത്. और इस प्रकार विनती जो है, जिंदगी के तकलीफ और समस्याओं के बीच में उस घायल किया हुआ उस मसीह के पैरों तले गिरकर प्रार्थना करने को, विनती करने को हम प्रार्थना करते हैं. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഒന്നാമതായിട്ട് യാചന ആണ് കാണുവാൻ തക്ക കഴിയുന്നത്. और इस प्रकार हमारे प्रार्थनाओं में सबसे पहले जो सामग्री है वो विनती होना चाहिए. അത് ദാവീദിനെ ഉദാഹരണമായി നാം പഠിച്ചാൽ തന്റെ ജീവിതത്തിൽ ആ വിവിധമാർന്ന സന്ദർഭങ്ങളിൽ പാപത്തിൽ താൻ വീണുപോയി. दाऊद के बारे में जब हम देखते हैं, हम समझ सकते हैं कि उसके जिंदगी के अनेक समयों में वो पाप में फंसता गया. അവന്റെ ജീവിതത്തില് വ്യഭിചാരത്തിൽ വീണു, അതേ കൊലപാതകനായി തീർന്നു. ഇങ്ങനെ വിവിധമാർന്ന വിഷയങ്ങൾ തന്റെ ജീവിതത്തിലുണ്ടായി. जिंदगी में इस प्रकार व्यभिचार में फंस गया, वो घात करने वाला बन गया, अनेक प्रकार के बातों में वो फंसता गया. അപ്പോൾ നാഥാൻ പ്രവാചകനെ വേണ്ടി അടുക്കൽ വന്നിട്ട് അവന്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. नाथान नबी उसके नजदीक आकर उसके पाप के बारे में उसको याद दिलाता है. അതെ ദൈവത്തിന്റെ ന്യായവിധി അവന്റെ മേൽ വീഴുന്നതിന് മുൻപ് ദാവീദ് കർത്താവിന്റെ പാദങ്ങളിൽ വീണ കണ്ണുനീരോടുകൂടെ യാചിപ്പാൻ തുടങ്ങി. और परमेश्वर का दंड उसके ऊपर गिरने से पहले दाऊद परमेश्वर के पैरों तले गिरकर इस प्रकार विनती करने लगा. അപ്പോഴാണ് 51-ാം സങ്കീർത്തനം അത് തന്റെ പാപം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് കാണുവാൻ കഴിയുന്നത്. इस प्रकार 51 भजन संगीता में वो अपने पापों को कबूल करते हुए परमेश्वर के सामने रोकर प्रार्थना करते हुए हम देखते हैं. അവിടെ 51-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ അത് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിന്റെ ഖനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ലല്ലോ. उस 51 भजन संहिता के 17 वचन में दाऊद इस प्रकार कहता है, टूटा मन परमेश्वर के योग्य बलिदान है, हे परमेश्वर तू टूटे और पीसे हुए मन को तुच्छ नहीं जानता है. അപ്പോൾ ജീവിതത്തിൽ വിവിധമാർന്നിരിക്കുന്ന പ്രശ്നങ്ങളും വേദനകളും ഭാരങ്ങളും അതേ നമ്മുടെ പാപം കൊണ്ടോ അല്ലാത്ത വിഷയങ്ങൾ കൊണ്ടോ വന്നാൽ ദൈവത്തിലേക്ക് അടുത്തു വന്ന് അത് തകർന്ന ഹൃദയത്തോട് ദൈവത്തിൽ കടന്നു വരുമ്പോൾ ദൈവം ഒരിക്കലും നമ്മെ തള്ളിക്കളയുകയില്ല. और इस प्रकार जिंदगी के अनेक समस्याओं के बीच में, हमारे पाप के अवस्थाओं के बीच में से जब हम परमेश्वर के सम्मुख में इस प्रकार टूटे हुए और पिसे हुए मन के साथ जब हम विनती करेंगे तो परमेश्वर हमें कभी त्यागेगा नहीं. യിരെമ്യാവിനെ കുറിച്ച് പറയുന്നത് അവൻ അതേ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന അത് വീപ്പിംഗ് പ്രോഫറ്റ് എന്നാണ് യിരെമ്യാവിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നത്. यिर्मयाह के बारे में हम देखते हैं कि वो परमेश्वर के सामने रोने वाला और विनती करने वाला, एक विलाप करने वाला नबी के रूप में हम उसके बारे में सीखते हैं.
അവന്റെ നിലവിളിയെ കുറിച്ച് പ്രസ്താവിക്കുന്നത് യിരെമ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നിന്ന് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്ന, അയ്യോ എന്റെ ജനത്തിന്റെ പുത്രിമാരുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീര് ഉറവയും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. उसके प्रार्थना और रोने की विनती की अवस्था के बारे में हम यिर्मयाह के पुस्तक 9वीं अध्याय उसके पहला वचन में पढ़ते हैं, भला होता कि मेरा सिर जल ही जल और मेरी आंखें आंसुओं का स्रोता होती, कि मैं रात दिन अपने मरे हुए लोगों के लिए रोता रहता. അപ്പോൾ ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് രാവും പകലും കരയേണ്ടതിന് തന്റെ തല വെള്ളവും തന്റെ കണ്ണുനീർ ഉറവയും ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. और परमेश्वर अपने प्रजा के द्वारा प्रार्थना के संबंध में इस प्रकार वो चाहते हैं कि वे रोकर अपने सिर इस प्रकार जल के समान और आंसू में इस प्रकार आंखों में आंसू सोते के समान बहता रहे. അത് ഹന്നായെ കുറിച്ച് പഠിക്കുമ്പോൾ അവള് അത് പുത്രന്മാര് അഥവാ മക്കളില്ലാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ കുത്തിന് വിധേയപ്പെട്ട അതേ നിലവിളിക്കുകയാണ്. और हन्ना के बारे में हम सीखते हैं कि वो बांझ होने के कारण इस प्रकार अन्य लोग इस प्रकार उसे कराने का और मजाक उड़ाने की उस निंदित अवस्था के बीच में परमेश्वर से रोते हुए हम देखते हैं. അവൾക്ക് വേദന ഉണ്ടായപ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ നിന്ന് വായിക്കുമ്പോൾ അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞുവെന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. पहला शमूएल पहला अध्याय उसकी 10वीं वचन में इस प्रकार हम पढ़ते हैं कि वो मन में व्याकुल होकर यहोवा से प्रार्थना करने और बिलकर रोने लगी. അപ്പോൾ ദൈവ സന്നിധിയിൽ അതേ നിലവിളിക്കുന്നതായ അനുഭവങ്ങൾ ഇവരുടെ ഒക്കെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. और इस प्रकार परमेश्वर के सन्मुख में विनती करके रोने की अवस्था इन सब लोगों के जिंदगी में हम देख सकते हैं. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം കാണുമ്പോൾ അത് ലാസറിന്റെ കല്ലറയിൽ നിന്നുകൊണ്ട് കണ്ണുനീരിന്റെ പാതയിൽ കൂടെ കർത്താവ് നടന്നു പോകുന്നത് കാണുവാൻ കഴിയും. और यीशु मसीह के बारे में भी हम देखते हैं, लाजर के कब्र के पास उसके आंखों से आंसू बहते हुए हम बात पढ़ सकते हैं. കർത്താവിന്റെ ജീവിതവും കണ്ണുനീരിന്റെ അനുഭവങ്ങൾ കൂടെ കടന്നുപോയ സന്ദർഭങ്ങളുണ്ട്. मसीह के जिंदगी में भी आंसुओं के उस संदर्भों के बीच में से प्रयाण किया हुआ चला हुआ समय भी उसके जिंदगी में था. ലാസറിന്റെ കല്ലറക്കൽ താൻ കരഞ്ഞു. लाजर के उस कब्र के वहां मसीह ने आंसू बहाया. യെരൂശലേമിനെ നോക്കിക്കൊണ്ട് അതിന് വരുവാൻ പോകുന്ന അനർത്ഥത്തെ കണ്ടുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവൻ നിലവിളിക്കുന്നത് കാണുവാൻ കഴിയും. लूका रचित सुसमाचार में यीशु को हम देखते हैं कि यरूशलेम के आने वाली अवस्था को देखकर उसके भविष्य के बारे में सोचकर वो आंसू बहाते हुए हम देखते हैं. ലൂക്കോസിന്റെ 22-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ അതേ നിലവിളിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. लूका रचित सुसमाचार 22वें अध्याय में यीशु मसीह इस प्रकार गेत्सेमने के वाटिका में आंसू को बहाते हुए हम देखते हैं. ആ 44-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ 22-ാം അധ്യായം, പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു, അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി തീർന്നു. उस लूका रचित सुसमाचार 22वें अध्याय 44वें वचन में हम पढ़ते हैं, और वह अत्यंत संकट में व्याकुल होकर और भी हृदय वेदना से प्रार्थना करने लगा, और उसका पसीना मानो लहू की बड़ी बड़ी बूंदों के नाई भूमि पर गिर रहा था. അപ്പോൾ അതേ നാമ ആ കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. मसीह के बारे में हम यूहन्ना रचित सुसमाचार में सीखते हैं कि वह अपने घर आया और उसके अपनों ने उसे ग्रहण नहीं किया. അപ്പോൾ അവൻ സ്വന്തത്തിലേക്ക് വന്നപ്പോൾ അവർ കൈക്കൊണ്ടില്ല. അതേ ശിഷ്യനായിരുന്ന യൂദ അവനെ തള്ളിപ്പറഞ്ഞു. और जब वो अपना घर आया तब उसके खुद के प्रजा ने उसे स्वीकार नहीं किया, और उसका चेला यूदा जो है वो उसे इनकार कर दिया, उसे बेच डाला. എല്ലാ യഹൂദന്മാരും നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അതേ കൈസറാണ് ഞങ്ങളുടെ രാജാവ്, ഇവനെ തൂക്കിക്കളയുകയെന്ന്. सारे यहूदा के प्रजा ने इस प्रकार मिलकर कहा कि कैसर हमारा राजा है और यीशु को इस प्रकार फांसी दे दो. അവസാനം പത്രോസ് പോലും
അവനെ തള്ളിപ്പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. आखिरी में हम देखते हैं कि उसके चेला पत्रोस ने भी उसे त्याग दिया, उसे इनकार कर दिया। ഇപ്പോൾ കർത്താവിന്റെ ജീവിതത്തിൽ പോലും അതേ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ പ്രയാസങ്ങൾ കൂടെ താൻ കടന്നു പോകുന്നത് നമുക്ക് ദർശിപ്പാൻ കഴിയുന്നുണ്ട്. मसीह की जिंदगी में भी हम देखते हैं कि वो इस प्रकार आंसुओं के विषय संबंध बातों के द्वारा वो भी गुजरा है और इस प्रकार निराश की अवस्थाओं से यीशु मसीह को भी गुजरना पड़ा है। ഇപ്പോൾ യാതന എന്നത് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ പോലെയാണ്. और विनती जो है वो एक बच्चे के रोने की अवस्था के समान है। അതെ, കുഞ്ഞുങ്ങൾ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ അതെ നിലവിളിച്ച് മാതാപിതാക്കന്മാർ അത് നടത്തി കൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. बच्चों को अगर कोई बात की जरूरत है तो वो इस प्रकार रोते रहते हैं और उनके रोने के आवाज के सामने माता पिता उनके जरूरतों को पूरा करते हुए हम देखते हैं। മോശയുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മോശയെ അതേ ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആ ഞാങ്ങട പെട്ടകത്തിലിട്ട് അവിടെ കൊണ്ടുവയ്ക്കുന്നത് നമുക്ക് വായിക്കുന്നുണ്ടല്ലോ. और मूसा के बारे में हम देखते हैं कि जब वो एक छोटा बच्चा था तब उसे एक बास्केट के कटोरी के अंदर डालकर उस पानी के ऊपर छिपा कर रखते हुए, झाड़ियों के बीच में छिपा कर रखते हुए हम जानते हैं। ആ മോശ കുഞ്ഞിന്റെ കരച്ചിൽ ഫറവോന്റെ പുത്രിയെ ആകർഷിച്ചു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. उस मूसा बच्चे का रोना फुरौन के पुत्री को आकर्षण किया करके हम पढ़ते हैं। അപ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും യാചനയും തള്ളിക്കളകയില്ല എന്ന് തിരുവചനം കാണുവാൻ കഴിയുന്നുണ്ട്. परमेश्वर के वचन के द्वारा इस बातों को हम समझ सकते हैं कि परमेश्वर हमारे विनती को और प्रार्थना को कभी भी त्यागेगा नहीं, इनकार नहीं करेगा। അപ്പോൾ ആ യാചനയോടെ പ്രാർത്ഥനയോടെ വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. और विनती के साथ जब हम प्रार्थना करते हैं तो परमेश्वर हमारे लिए अद्भुत कामों को करने वाला प्रभु है। ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, അഥവാ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ജീവിതം ഒരു തോൽവിയാകുന്നുവെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് കർത്താവിന്റെ പാദപീഠത്തിൽ വീണ് കരയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. आज रात को मैं आपको याद दिलाता हूं कि अगर आपको लगता है कि आपका जिंदगी पराजय की ओर, हरावट की ओर बढ़ रहा है तो आपको परमेश्वर के सन्मुख में आकर प्रार्थना करना, विनती करना जरूरी है। അങ്ങനെ നാം വരുമ്പോൾ അവൻ നമ്മളിലേക്ക് തിരിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ എന്തായിരിക്കുന്നുവോ അത് നിറവേറ്റി തരുവാൻ അതേ അവൻ പ്രാപ്തനാണ്, അവൻ കഴിവുള്ളവനാണ്. उस प्रकार जब हम आएंगे तब हमारे विनती के सामने वो हमारे जरूरतों को, हमारे आवश्यकताओं को वो पूरा करने के लिए सामर्थ्य है। അപ്പോൾ 126 സങ്കീർത്തനം 5-ാം വാക്യത്തിൽ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് നമുക്ക് വായിപ്പാൻ കഴിയും. और इस प्रकार 126 भजन संहिता उसके 5वीं वचन में इस प्रकार हम पढ़ते हैं, जो आंसू बहाते हुए बोते हैं वो जय जयकार होते हुए लगने पाएंगे। അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഒന്നാമതായിട്ട് യാചന ഉണ്ടായിരിക്കുകയാണ്. और इस प्रकार हमारे प्रार्थना में सबसे पहले विनती होना चाहिए। പൗലോസിന്റെ പ്രബോധനത്തിൽ രണ്ടാമത് പറയുന്നത് പ്രാർത്ഥന എന്ന വിഷയമാണ്. प्रेरित पौलुस के प्रार्थना में दूसरा विषय जो है वो प्रार्थना करके कहता है। ആ മനോദൃഢതയോടുകൂടെ നിർബന്ധമായി പോരാടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. इस प्रकार मन की दर्द के साथ, मनोवेदना के साथ इस प्रकार भावनाओं से विरुद्ध लड़कर प्रार्थना करने वाली प्रार्थना के बारे में वहाँ लिखा है। അപ്പോൾ നാം പോരാടി പ്രാർത്ഥിക്കണം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. और इब्रानी की पत्री 12वीं अध्याय उसके 4थे वचन में इस प्रकार हम पढ़ते हैं कि इस प्रकार पाप के विरुद्ध खड़ा रहकर हमें प्रार्थना करना है। അപ്പോൾ സാത്താന്റെ പ്രവൃത്തികളെ എതിർത്തു നിന്ന് പോരാടി വിജയം പ്രാപിക്കുവാനാണ് അതേ ദൈവം ആഗ്രഹിക്കുന്നത്. परमेश्वर चाहता है कि हम प्रार्थना करते समय शैतान के युक्तियों के विरुद्ध खड़ा रहकर लड़ते हुए प्रार्थना करना है। ഒരു വിശുദ്ധ ജീവിതം പ്രാപിക്കേണ്ടതിന് നാം പോരാടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. और पवित्र जिंदगी बिताने के लिए इस प्रकार विरुद्ध, पाप के विरुद्ध खड़ा रहकर लड़ाई करते हुए प्रार्थना करना जरूरी है। ആ യാക്കോബ് ലാബാന്റെ വീട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോൾ
ഏശാവ് തന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ ദൈവസന്നിധിയിൽ പോരാടി പ്രാർത്ഥിപ്പാൻ തുടങ്ങി. और याकूब जब लाबान के घर से निकलकर जब उसे मालूम पड़ा कि एसाव उसको मिलने आ रहा है, तब उसने परमेश्वर के सन्मुख में इस प्रकार लड़ते हुए प्रार्थना करने लगा. അവൻ പോരാടി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ പേര് പോലും മാറ്റി അവന്റെ സ്വഭാവം മാറുന്ന അനുഭവത്തിൽ എത്തിച്ചേർന്നു. और जब इस प्रकार वो लड़ते हुए प्रार्थना किया, तब उसकी नाम बदलते हुए और उसके स्वभाव में एक बड़ी बदलावट आते हुए हम देखते हैं. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് പോരാടി വഴക്കടിച്ച് അതേ നിലവിളിച്ച് അതേ മാതാപിതാക്കളിൽ നിന്ന് പല കാര്യങ്ങൾ നേടിയെടുക്കുന്നത് കാണുവാൻ കഴിയും. हम देखते हैं कि हमारे बच्चे किस प्रकार हमारे सामने इस प्रकार बार बार झगड़ा करते हुए अपने मांगों को रखकर हमारे से उनके मांगों को वो हासिल करते हुए हम देखते हैं. അപ്പോൾ നാം പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തിൽ നിന്ന് അതുവേ നാം പോരാടി നമ്മുടെ അവകാശങ്ങൾ ദൈവത്തിൽ നിന്ന് നേടിയെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കും. और इसलिए ये जरूरी है कि हम हमारे जरूरतों को परमेश्वर के साथ इस प्रकार प्रार्थना में युद्ध करते हुए लड़ते हुए हमारे जरूरतों को हमें पाना है, हासिल करना है. ദൈവവചനത്തിൽ വായിക്കുന്ന നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളും ആകുന്നുവെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. हम परमेश्वर के वचन में इस प्रकार पढ़ते हैं कि अगर आप संतान हैं तो आप वारिस भी हैं. അപ്പോൾ വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നടത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം അതേ നാം പോരാടി പ്രാപിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. और इसलिए एक विजय रूपी मसीह जिंदगी पाने के लिए, जीने के लिए हमें एक पवित्र आत्मा की उस सामर्थ्य को पाना जरूरी है. മൂന്നാമതായിട്ട് ആ പക്ഷപാതമാണ് അത് പൗലോസ് ഓർപ്പിക്കുന്നതായ ആ പ്രബോധനത്തിലെ വിഷയം. और तीसरी बात पौलुस अपने प्रार्थना के अनुरोध में हमें याद दिलाता है निवेदन. സ്വന്തം ആവശ്യങ്ങൾക്കോ സ്വന്തം താല്പര്യങ്ങൾക്കോ അല്ല, പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവർക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് ഇന്റർസീഡിംഗ് എന്ന് പറയുന്നത്. और इस प्रकार खुद के जरूरतों के लिए और आवश्यकताओं के लिए नहीं, मगर अन्य लोगों के लिए और उनके जरूरतों के लिए प्रार्थना जो हम करते हैं उसे निवेदन करते हैं. അഥവാ മറ്റൊരാളുടെ ഭാരത്തെ അതേ നാം ആ ചുമക്കുവാൻ തക്കവണ്ണം തയ്യാറാകുകയാണ്. अथवा अन्य लोगों के बोझ को हम भी उठाने के लिए तैयार हो जाते हैं. നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി, നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി അതേ നാം പ്രാർത്ഥിക്കണം. हमारे राज्य के लिए, राष्ट्र के लिए, हमारे सरकार के लिए, अधिपतियों के लिए प्रार्थना करना जरूरी है. ദൈനംദിന ജീവിതത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പാപികളെ ഓർത്ത് നാം പ്രാർത്ഥിക്കണം. हम दैनिक हर दिन भर दिन नष्ट होने वाले पापी मनुष्यों को याद करते हुए हमें प्रार्थना करना जरूरी है. യാക്കോബിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ फलिക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. और इसलिए याकूब के पत्री 5वीं अध्याय उसकी 16वीं वचन में हम इस प्रकार पढ़ते हैं, इसलिए तुम आपस में एक दूसरे के सामने अपने अपने पापों को मान लो और एक दूसरे के लिए प्रार्थना करो जिससे चंगे हो जाओ. धर्मी जन की प्रार्थना के प्रभाव से बहुत कुछ हो सकता है. സക്കറിയ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായം 1-ാം വാക്യം, സക്കറിയാവിന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, പിന്മഴയുടെ കാലത്ത് യഹോവയുടെ മഴയ്ക്ക് അപേക്ഷിപ്പീൻ. യഹോവ മിന്നൽപ്പിണർ ഉണ്ടാക്കുന്നുവല്ലോ. അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പെയ്യിച്ച് കൊടുക്കും. ദൈവത്തിന് മഹത്വം. जकरिया नबी का पुस्तक 10वीं अध्याय उसकी पहली वचन में हम इस प्रकार पढ़ते हैं, बरसात के अंत में यहोवा से वर्षा मांगो. यहोवा से जो बिजली चमकाता है और वह उनको वर्षा देगा और हरेक के खेत में हरियाली उपजाएगा. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 37-38 വാക്യങ്ങളില് വേലക്കാരോ ചുരുക്കം ആകിയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. और मत्ती रचित सुसमाचार उसकी 9वीं अध्याय उसकी 37 और 38 वचन में इस प्रकार पढ़ते हैं कि पक्के खेत तो बहुत है पर मजदूर थोड़े हैं, इसलिए खेत के स्वामी से विनती करो कि वह अपने खेत काटने के लिए मजदूर भेज दे. അപ്പോൾ നാം മറ്റുള്ളവർക്ക് വേണ്ടി ആ പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്.
और इसलिए हम औरों के लिए मध्यस्थी करते हुए निवेदन करना, प्रार्थना करना जरूरी है। ഇയ്യോബിന്റെ ജീവിതം അതാണ് പഠിപ്പിക്കുന്നത്. അതിന്റെ 42-ാം അധ്യായം ഇയ്യോബിന്റെ പുസ്തകം 10-ാം വാക്യത്തിൽ ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്തുതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്ന ഒക്കെയും യഹോവ ഇയ്യോബിനും ഇരട്ടിയായി കൊടുത്തു എന്ന് കാണുവാൻ കഴിയും. अय्यूब के जिंदगी में भी हम उसी बात को देखते हैं। उसके 42वीं अध्याय उसकी 10वीं वचन में हम पढ़ते हैं, जब अय्यूब ने अपने मित्रों के लिए प्रार्थना की तब यहोवा ने उसका सारा दुख दूर किया और जितना अय्यूब का पहले था उसका दुगना यहोवा ने उसे दे दिया। യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം മുഴുവൻ പഠിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതേ മധ്യസ്ഥ പ്രാർത്ഥന, ആ ഹൈ പ്രീസ്റ്റ്ലി പ്രേയർ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और यूहन्ना रचित सुसमाचार 17वीं अध्याय जब हम पूरा पढ़ते हैं तो हम देखते हैं कि यीशु मसीह के उस मुख्य प्रार्थना के बारे में हम देखते हैं। ആ പഴയ നിയമത്തിൽ നാം പറഞ്ഞല്ലോ ധൂപവർഗത്തെ കുറിച്ച്. ആ ധൂപവർഗത്തിൽ ഈ പക്ഷപാത പ്രാർത്ഥന നടത്തിയിരുന്നു. അത് അൽബാന പശയ്ക്ക് അതേ പക്ഷപാത പ്രാർത്ഥനയ്ക്ക് സമമായിരുന്നു. और इस प्रकार हम पुराने नियम में उस धूप वर्त के उस प्रार्थना के बारे में, अर्थात प्रार्थना के बारे में हमने उस धूप के समय वे मध्यस्थी प्रार्थना के लिए समय अलग करते थे और उसमें हम उस बोल के सामग्री को उपयोग करते हुए हैं। ആ ഹൽബാന പശയ്ക്ക് പ്രത്യേകമായ വാസന ഇല്ലായിരുന്നാലും മറ്റെല്ലാ വാസന ദ്രവ്യങ്ങളെയും ഇതിൽ ചേർക്കുവാൻ തക്കമിടിയാകുന്നു. और उस जो बोल जो गूंद है उसमें खास कोई सुगंध नहीं होता था, मगर वो इस प्रकार इस धूप को जलाने के लिए बहुत जरूरी सामग्री था। അത് മറ്റുള്ള വാസനാ ദ്രവ്യങ്ങള് നശിച്ചു പോകാതെ ഈ പശ അത് കാത്തു സൂക്ഷിക്കുക. बाकी जो सुगंध द्रव्य फैलाने वाले सामग्री नाश नहीं हो जावे, उस प्रकार इस बोल जो है उसे संभालता था। ഈ ഹൽബാന പശ ഉള്ളതിനാൽ ഈ വാസനാ ദ്രവ്യത്തിൽ എറുമ്പ് മറ്റ് പ്രാണികൾ പ്രവേശിക്കുകയില്ല. और इस जो बोल उस धूप के अंदर होने के कारण अन्य प्राणी कुछ इसके अंदर प्रवेश नहीं करेगा। നമ്മുടെ യൗവനകാലത്ത് നാം സമ്പാദിക്കുന്നതൊക്കെയും അതെ നമ്മുടെ പേരൻസിന് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടി, അതേ ഭർത്താക്കന്മാർക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണല്ലോ. हम हमारे नौजवानी के समय में जो बातें कमा के रखते हैं हमारे परिवार के लिए, हमारे पत्नी के लिए, हमारे बच्चों के लिए, इन बातों को हम बटोर के रखते हैं। അതെ, അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, ജീവിക്കുന്നത് അതെ ഈ ജീവിതവും ഒരു പക്ഷപാത പ്രാർത്ഥനയ്ക്ക് അടയാളമാകുകയാണ്. और हम जो हमारे जिंदगी जीते हैं उस जिंदगी भी एक मध्यस्थी प्रार्थना को दर्शाता है। അപ്പൊ അന്ന് രാത്രികാലം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിരിക്കേണ്ടതായ പ്രത്യേകമായ 4 വിഷയങ്ങളാണ്. യാചന, പ്രാർത്ഥന, പക്ഷപാതം, ആ സ്തോത്രം എന്ന വിഷയമാണ്. और आज रात को मैं उस हमारे प्रार्थना के अंदर पाए जाने वाले 4 प्रकार के सामग्री के बारे में, 4 विषयों के बारे में मैं बता रहा था। सबसे पहला विनती, दूसरा प्रार्थना, तीसरा निवेदन और चौथा धन्यवाद। ആ 4ാമത്തെ സ്തോത്രം എന്ന വിഷയമാണ്. चौथा जो विषय है वो धन्यवाद है। അത് സമയം തീർന്നതുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിർത്തുന്നു. നാളെ അവിടെ തുടർന്ന് നമ്മുടെ പഠനം ആരംഭിക്കുന്നതായിരിക്കും. और समय पूरा होने के कारण मैं यहाँ आज बंद कर रहा हूँ। कल परमेश्वर अनुमति देता है तो आगे के विषय के बारे में हम सीखेंगे। ദൈവമായ കർത്താവ് ഈ പഠനങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് കാണാം. और परमेश्वर इन वचनों के द्वारा आप सबको आशीष दे। परमेश्वर अनुमति देता है तो कल फिर एक बार हम मुलाकात करेंगे। ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.